അങ്ങാടി കൊണ്ടിറക്കും. അതിൻ്റെ പരിപാടി അങ്ങനെയാണ്. അപ്പം പിന്നെ ആരും ചോദിക്കുന്നു, സ്റ്റാൻഡിൽ കിട്ടിയല്ല, പെർമിറ്റ് ഉണ്ടാകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ടാക്സി വണ്ടിയാണേനും ബൈക്കിൽ പോയി കയ്യാട്ടി കഴിഞ്ഞാൽ ഓക്കെ കഴിഞ്ഞു പരിപാടി. കെട്ടും ശരിയാത്ത കെടുത്താലോന്ന് പറയാം. എന്നിട്ട് അവിടുന്ന് ചിലപ്പോൾ ഇങ്ങനെ പിന്നെ അടിക്കും. എപ്പോഴും വാങ്ങാണ്ട് ബസ് സ്റ്റോപ്പിൽ ആളുണ്ടാവും. എപ്പോഴും ബസ്സിന് കിട്ടില്ല, പര്യാപ്തത്തിൽ വന്നു. പിന്നെ പര്യാപ്തത്തിന് അങ്ങനത്തെ ആൾക്കാരെ കിട്ടില്ല, ബസ് ഉണ്ടാവില്ല പറവണ്ണക്ക്. അപ്പോൾ അതിങ്ങനെ ഇവർക്ക് 40 ഒരു ട്രിപ്പ് ആണെങ്കിലും ഓടും ചെയ്യും. ഓടും ചെയ്യും. സ്റ്റാൻഡ് ഒരാൾ കിട്ടില്ല. പിന്നെ വല്ലാതെ പൈസ പഠിക്കാം. മുപ്പത് അറിയില്ല പൈസക്കാർക്ക്. അതാ ചാമ്പ്യന് ജസ്റ്റ് മിസ്. ഇയാളെന്താണ് മിസ്റ്റേക്ക്? ഇയാൾ ഏതെടുത്ത് വരണോ? അയാൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. മറ്റോ മെയിൻ റോഡിൽ കൂടി പോകല്ലോ. അയാളെ വരണമെങ്കിൽ ഇവരൊക്കെ ഉച്ചക്ക് ചോറയൊക്കെ വിലക്ക് തരിക. അപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവും പിള്ളേരെ കോളേജ് പരിപാടി. ആ ടൈമിൽ പലവരും പല ടൈമിലല്ലേ വരിക പോവുക. ഇതിനൊന്നും ബസ്സിനൊന്നും മറ്റെന്തുണ്ടില്ല, കൺസസ് ഇല്ലല്ലോ. പൂജങ്ങാടിയിൽ നിന്ന് ഇവിടെ പരിപാടി ഉണ്ട്, പുസ്തകങ്ങളുടെ പരിപാടി നമ്മുടെ കൈരളി നടക്കുന്നുണ്ട്. പൂജങ്ങാടിയിൽ നിന്ന് പിള്ളേരൊക്കെ പറയാം. വന്നപ്പോൾ 4 പിള്ളേരെ മുപ്പരവിടെ ജയിക്കാതെ കൊടുത്ത് രാജ്യത്ത് ബസ്സൊക്കെ കൊണ്ടുപോയി കാരൊക്കെ പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് പിള്ളേർക്ക് തട്ടി എന്തെങ്കിലും പറ്റിയെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ സാധനം വേണ്ടേ? എന്തുകൊണ്ടില്ല ഒക്കെ തെറ്റിയിട്ട് ഇത് കഴിഞ്ഞ് കൊടുക്കല്ലേ. ദിവസം മൂപ്പര് അവിടുന്ന് മുങ്ങി സാധനം അടിച്ചിരുന്നു. മൂപ്പര് സാറേറെ മര്യാദക്കാരനായതുകൊണ്ട് മൂപ്പര് വരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടില്ല, ഇങ്ങനെ ഇറങ്ങിയിരുന്നു നോക്കിക്കൊണ്ട് വീട്ടിൽ പോയതാ. നിങ്ങൾ വേറെ ഒന്നും കടണ്ട, അതിൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ നമ്പർ എന്തൊക്കെ അതും ശരിയായി തന്നാൽ മതി. നിങ്ങൾ ഈ പോക്കിണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമാലാവും, ആ കച്ചറാവും. മൂപ്പര് അങ്ങനെ പറഞ്ഞിട്ട് കേസൊക്കെ നിർത്തി ഒഴിവാക്കിയതാ. മൂപ്പര് അത് കഴിഞ്ഞ് ഗ്ലാസ് മാറ്റി, ഗ്ലാസ് പൊട്ടിന്ന് ഗ്ലാസ് മാറ്റിയിട്ട് വീണ്ടും കൊണ്ടിട്ട് അതാ മാറ്റി വേറെ അവിടെ പിള്ളേർ നേരെ എടുത്തിട്ട് വണ്ടി കട കാണാൻ ചേർത്ത പരിപാടി എടുക്കുന്നു. എൻ്റെ തിരു പോകണ്ട കട കൊണ്ടുവയ്ക്കുക, കട വീട്ടിൽ പോയി ഹെൽമെറ്റ് എടുക്കുക. എനിക്ക് ഹെൽമെറ്റും വേണം. ഹെൽമെറ്റും പൈസ ഒക്കെ വരാനാണ്. ഹെൽമെറ്റ് വെറുതെ പോവാ അല്ല, മെഡിക്കൽ സ്റ്റോറിന് സാധനം വാങ്ങാണ്ട് ടെസ്റ്റിന് സാധനം പറയുന്നല്ലോ.